ചെയ്യും. കാൽവരി രക്തം ചെയ്യും. യേശു ക്രിസ്തുവിൻ രക്തം ചെയ്യും. ഹല്ലേലൂയ. ഫസ്റ്റ് സെഷനിൽ ഞങ്ങളെ അനുഗ്രഹിച്ചവനായ ദൈവം ഈ സെക്കൻഡ് സെഷനിൽ ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കൂട്ടിവരുത്തിയ ഞങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. വരേണ്ട നിന്റെ മക്കളെ കർത്താവ് തക്ക സമയത്ത് കൊണ്ടുവരേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പ്രകാരമുള്ള ഒരു ക്രമീകരണത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവദീപാതപടത്തോട് അടുത്തു വരുവാൻ, കുന്നുമുഖത്തേക്ക് തലകളെ ഉയർത്തി നോക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. രാവിലെ സമയം ആദ്യത്തെ സെഷൻ അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. ദാസന്മാരെ കൂട്ടിവരുത്തിയതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സെക്കൻഡ് സെഷനിൽ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് പാതപടത്തോട് അടുത്ത് വന്നിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കണമേ. പാടുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങളുടെ വചനം ദൈവം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ പുഷ്ടി പ്രാപിച്ച് സന്തോഷത്തോടുകൂടെ ദൈവകൃപയോടുകൂടെ ഏറിയ ദൈവശക്തിയോടുകൂടെ ഞങ്ങൾക്ക് ഈ പകൽ മുടങ്ങുവാൻ കർത്താവിന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അങ്ങയുടെ കരങ്ങളിലേക്ക് സമസ്ത വിഷയങ്ങളും കരമേൽപ്പിക്കുന്നു. മഹത്വത്തിനായ കൃഷികളും ചെയ്യണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഫസ്റ്റ് സെഷനിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരാധന നടക്കുവാൻ തക്കോണം കർത്താവ് ഇടയാക്കി. തുടർന്ന് സെക്കൻഡ് സെഷനിലും കർത്താവിന്റെ വലിയ സാന്നിധ്യവും കൃപയും നമുക്ക് അളവില്ലാതെ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി നമുക്ക് ദൈവത്തെ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ ഘോഷിക്കാം. അവനാത്രേ എൻ പാപങ്ങൾ സജീവനായി വീണ്ടെടുത്തു. അവനാത്രേ സജീവനായി വീണ്ടെടുത്തു. അവൻ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ ഘോഷിക്കാം. അവനാത്രേ പാപങ്ങൾ സജീവനായി വീണ്ടെടുത്തു. അവനാത്രേ പാപങ്ങൾ സജീവനായി വീണ്ടെടുത്തു. അവൻ താഴ്ചയിൽ എനിക്കവൻ കാണലേ
Sumaratha
മാറാത്തവനാണ്. ആരെല്ലാം മാറിയാലും ഇന്ന് വാക്ക് പറയുന്ന മനുഷ്യൻ നാളെ വാക്ക് മാറ്റി പറഞ്ഞെന്നവര്. അങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങൾ നമുക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ വാക്ക് മാറ്റുന്നവനാണ്, എന്നാൽ ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവൻ യഥാവാനായ ദൈവം, ഹല്ലേലൂയ, മാറാത്തവനായ ദൈവം, ഇന്നലകളിൽ നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടി ഇന്ന് നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനായ ദൈവം, നാളെ നമ്മുടെ തലമുറകളുടെ ഭാവിയിൽ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ തക്കവണ്ണ ശക്തനായ ദൈവം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകയാൽ ഇന്നലകൾ നമ്മുടെ പിതാക്കന്മാരുടെ കാലയളവിൽ അവൻ മതിയായവനായിരുന്നു. ഇന്ന് നമ്മുടെ തലമുറയിൽ അവൻ നമുക്ക് നല്ലവനാണ്. നാളെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ അവൻ അവർക്കും നല്ലവനാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ അനന്യൻ. ഇങ്ങനെ ഒരു മഹാനായ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് ഭാഗ്യമൊരുക്കിയല്ലോ. പാട്ടുകാരൻ പറയുന്ന പോലെ ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ കല്ലറയിൽ ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഇന്നും മാറ്റമില്ലാത്തവനായിരിക്കുന്ന ഒരു നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകിയത് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ കോവിഡ് കാലയളവിൽ ആലയങ്ങളൊക്കെ അടഞ്ഞു പോയപ്പോൾ ഭവനാന്തരീക്ഷങ്ങളിൽ ആയിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ദൈവം നമുക്ക് അവസരമൊരുക്കി. വീണ്ടും ഇപ്രകാരം അല്പമായ സാവകാശം സാഹചര്യം നമുക്ക് ലഭ്യമായപ്പോൾ അത് തക്കത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ദൈവതിരുവാദവിടത്തിൽ വന്ന്
കർത്താവിന്റെ സ്തോത്രം. ഈ സെക്കൻഡ് സെഷനിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ ചെയ്തു. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവമായ കർത്താവ് നമുക്ക് അനുഗ്രഹമാക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ദൈവം നമുക്ക് നൽകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ ദൈവം നമുക്ക് നൽകട്ടെ. വളരെ ദൈവകൃപയോടെ ഏറിയ ആത്മബലത്തോടുകൂടി ഈ ഒരാഴ്ചക്കാലം മുഴുവൻ ജീവിക്കാനുള്ള ആവശ്യമായ ദൈവശക്തി ആർജിച്ചുകൊണ്ട് ദൈവസ്ഥലിൽ മടങ്ങുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ ചെയ്യേണ്ടതിനായി നാം ഏവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പകലിലെ ഈ സെക്കൻഡ് സെഷനിലെ വിശുദ്ധ ആരാധനയെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി സഹോദരി സഹോദരന്മാരിൽ രണ്ടുപേർക്ക് ശബ്ദമുയർത്തി ആരാധനയെ വഹിച്ചുകൊണ്ട് പൊതുവിൽ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, ഞങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ നൽകുമാറാകണമേ.
ദൈവം വെടിക്കുന്ന പ്രാർത്ഥന പ്രധാന അറിവടിക്കുന്ന ആളുകൾ പ്രധാന കാത്തിരിക്കാൻ ഞങ്ങൾ ആയിരിക്കുന്ന പ്രത്യാശയോടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും തരണം പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദൈവം കേൾക്കുമാറാകണമേ. പരിപാലിക്കുന്ന കുടുംബക്കായി നന്ദിയോട് സ്വോത്രം ചെയ്യും. താവയും പകർച്ചയാക്കിയായി രോഗത്താലും ദുഃഖത്താലും താരപ്പെടുന്ന എത്രയോ കുടുംബം എത്രയോ സഹോദരന്മാരും രോഗത്തിന് കടന്നപ്പോൾ എന്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കാസ് പിടിച്ച് പരിപാലിച്ച് പിടിച്ചിരിക്കുന്ന ചെറുകിരി ഞങ്ങളെ പോറ്റി പുലർത്തിയ കുടുംബക്കായി നന്ദികളുടെ ഹൃദയത്തോട് സ്വോത്രം ചെയ്യുവാൻ കർത്താവെ സഭയാ കുടുംബങ്ങൾക്കായി ഞാൻ ഒന്നിച്ച് ആത്മാവിൽ സത്യത്തിൽ ആരാധിപ്പാൻ ചിന്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം ചില കുടുംബങ്ങളെ ഞാൻ വിട കാണിച്ചു വരുപ്പാതാണ് കർത്താവെ. ദേവദാസനെയും കുടുംബത്തെയും കർത്താവിന്റെ കയ്യിലേക്ക് വരവേൽക്കുന്ന ദേശത്ത് വന്ന് അംഗീകരിക്കൊണ്ട് ശിശു ചെയ്യുവാൻ ദേവദാസനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ ശുശ്രൂഷയൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ശിശു ചെയ്യുവാൻ ദേവദാസനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാ കുടുംബങ്ങളെ എന്റെ കർത്താവിന്റെ കയ്യിലേക്ക് വരവേൽക്കുന്നു വാർത്തിരിക്കുന്ന മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ രോഗത്താനും ദുഃഖത്താനും ഭാരപ്പെടുന്ന കുടുംബവും സ്വർഗത്തിലെ ദൈവം അവിടുന്ന് വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ അപ്പത്തിന്റെ പൊന്മുത്തേക്ക് നോക്കി അടിക്കുന്ന ആചരിക്കുവാണ് നല്ലവനായ ദൈവം ഞങ്ങളെ പരിപാലിക്കുന്ന കൃപയ്ക്കായി നന്ദിയുണ്ട്. ഹൃദയത്തോട് സ്വോത്രം ചെയ്യുവാണ് സ്തുതിക്കുവാണ് എല്ലാവരുടെയും വരവേൽപ്പിക്കുന്നു. മാനം മോഹത്വം എടുക്കണം. സർവ്വ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. Thank you, Lord Jesus. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടതോർത്ത് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. നമുക്കൊരുമിച്ച് ദൈവതിരുപാദപീഠത്തിൽ എഴുന്നേറ്റ് നിന്ന് 121 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. 121 സങ്കീർത്തനം. അതിനൊടുവിലത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം.
എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. 121 സങ്കീർത്തനം വായിക്കും. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരൂ? നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ചേർന്ന് വായിക്കാം. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അതേ ദൈവമക്കളെ, എത്രയോ അനർത്ഥങ്ങൾ, എത്രയോ അനിഷ്ട സംഭവങ്ങൾ, എത്രയോ വേദനാജനകമായ അനുഭവങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി നമ്മുടെ രാജ്യം, ലോകമെമ്പാടും തന്നെ ആളുകൾ കടന്നു പോകുന്ന അവസ്ഥകൾ എത്രയോ ശോചനീയമാണ്. എത്രയോ ദാരുണമായ അനുഭവങ്ങളാണ് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. എന്നാൽ അതിന്റെ ഒക്കെ നടുവിൽ അങ്ങിങ്ങായി തന്റെ ജനത്തെ ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവമായ കർത്താവ് പരിപാലിക്കുന്നത് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ പകൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അല്പസമയം എല്ലാവരും ആ വായികളൊന്ന് തുറന്ന് ദൈവത്തിന് മഹത്വം കരേറ്റിയാട്ട്, നന്ദി കർത്താവേ എന്ന് പറഞ്ഞാട്ട്, സ്തുതികളിന്മേൽ വസിക്കുന്നവരെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ പകൽ ജയമെടുക്കുകയാണ്. അങ്ങ് ഞങ്ങളെ നടത്തിയെന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും പുകഴുവാനില്ല, മറ്റൊന്നും പ്രശംസിക്കുവാനില്ല. മനുഷ്യരുടെ കഴിവ്, മിടുക്ക് ഒക്കെ അസ്ഥാനമായി തീർന്നൊരു കാലയളവിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ അതിന്റെ നടുവിൽ അങ്ങയുടെ മഹാകാരുണ്യ നിമിത്തം അങ്ങ് ഞങ്ങളെ നടത്തുന്ന വഴികളെ ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർത്ത്, ശിഷ്ടമുള്ള നാളുകൾ എത്ര ഞങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നറിയുന്നില്ല, വളരെ ഭയത്തോടും വിറയലോടും കൂടെ ദൈവത്തെ സേവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ജീവിക്കുവാനുള്ള വലിയ കാഴ്ചപ്പാടും അതിനുള്ള ആവലും ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് നൽകണമേ. ഓ ജീസസ്, താങ്ക് യു ലോർഡ്. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ ദൈവം നമുക്ക് നൽകേണ്ടതിനായി നമ്മേവരും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുമ്പോൾ സഹോദരന്മാരുടെ ഭാഗത്ത് ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഇരിക്കും.
കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃപകലിൽ ദൈവതിരുപാതപ്പെടുത്തെങ്കിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രകാരം ക്രമീകരിച്ച ഈ ക്രമീകരണത്തിൽ ഇത്രത്തോളം ദൈവമക്കൾക്ക് ഈ ആരംഭ സെഷനിൽ വന്ന് സംബന്ധിക്കത്തക്കവണ്ണം ദൈവമായ കർത്താവ് കൃപ ചെയ്യുന്നുവല്ലോ. പരിമിതമായ സാഹചര്യങ്ങൾ, പരിമിതമായ അവസരങ്ങളൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ അതൊക്കെ തക്കത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ശമൂവേലിന്റെ കാലത്ത് വചനം ദുർലഭമായിരുന്നു. എന്നാൽ അതിന്റെ നടുവിലും വിശ്വസ്തയോടുകൂടെ ദൈവശബ്ദം കേൾക്കത്തക്കവണ്ണം തന്നെ തന്റെ ഹൃദയത്തെ പാകപ്പെടുത്തി ഒരുക്കി ജീവിച്ചൊരു വ്യക്തിയായിരുന്നു ശമൂവേൽ. അതുകൊണ്ട് തന്നെയാണ് വചനം ദുർലഭമായിരുന്ന ആ കാലയളവിലും ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ശമൂവേലിന് കഴിഞ്ഞത്. വചനം ദുർലഭം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അന്നത്തെ കാലത്ത് ഇതുപോലെ ലിഖിതമായ വചനമില്ലായിരുന്നു. ദൈവശബ്ദം കേൾക്കുന്നതിനെയാണ് വചനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ദൈവശബ്ദം ഇല്ലാതിരുന്ന ഒരു കാലയളവിൽ, ജനത്തിന്റെ പാപം നിമിത്തം ദൈവം ജനത്തോട് ഇടപെടുകയോ സംസാരിക്കുകയോ ചെയ്യാതിരുന്ന ഒരു കാലയളവിൽ വിശ്വസ്തനായി ജീവിച്ച ദൈവശബ്ദം കേട്ട ഒരു വ്യക്തിയായിരുന്നു ശമൂവേൽ. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ കാലയളവിൽ വചനം ദുർലഭമൊന്നുമല്ല. യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ തുറന്നാൽ ഇഷ്ടംപോലെ വചനങ്ങൾ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. എന്നാൽ കൂട്ടായ്മകളും ആരാധനകളൊക്കെ ദുർലഭമായിരിക്കുന്ന ഈ കാലയളവിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങൾ തക്കത്തിൽ വിനിയോഗിച്ചുകൊണ്ട് പ്രാർത്ഥനകൾക്കും കൂട്ടായ്മകൾക്കും ലഭിക്കുന്ന ചാൻസുകൾ നഷ്ടപ്പെടുത്താതെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് കൃപ ചെയ്യട്ടെ. ആയതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ പകൽ ആരാധനയ്ക്ക് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവിലൂടെ ആരാധനയിൽ പങ്കാളികളായി തീരുന്നവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്ത് കടന്നു വന്നിട്ട് ഇത് 2ാം വർഷമാണെങ്കിൽ പോലും സഭയിലെ പലരുമായും ഒരുമിച്ച് ഈ ദിവസങ്ങളിലാണ് ആരാധന ആദ്യമായി കൂടി വരുന്നത്. ഇന്ന് പകൽ പ്രിയ ജോണച്ചാനും ജോയിച്ചാനും ഒക്കെ ആദ്യമായിട്ടാണ് ആരാധനയ്ക്ക് സംബന്ധിക്കുന്നത്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവരുമായൊക്കെ നമുക്ക് കഴിഞ്ഞ നാളുകളിൽ ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് അവസരം ഒരുക്കിയിരുന്നു. ആയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിന് മഹത്വം കരയേറ്റുന്നു. സമയത്തിന്റെ പരിമിതി നമ്മുടെ ആരാധനയിൽ ഉള്ളത് കൊണ്ട് എത്രയും വേഗത്തിൽ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ച്, ഒരു 1-2 വാക്യങ്ങൾ വായിച്ച് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ പ്രചോദിതമായി നൽകിയ ചില വേദചിന്തകൾ പങ്കുവെച്ചിന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ശരണപ്പെടുകയാണ്. അതിന്റെ 4-5 വാക്യങ്ങൾ വായിച്ചിട്ട് 4-5 വാക്യം. 121-ാം സങ്കീർത്തനമാണല്ലോ നാം വായിച്ചത്. അതിന്റെ 4-5 വാക്യം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. ഉറങ്ങാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നാം ഉറങ്ങുമ്പോഴും അവൻ നമുക്ക് വേണ്ടി സദാ ജാഗരാകുരനായിരുന്ന് നമുക്ക് വേണ്ടി ഉറങ്ങാതെ നമ്മെ പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. ഉറങ്ങാത്ത ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ, എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ആധ്യാത്മിക വിഷയങ്ങളിലും ഉറക്കം വിട്ട് ഉണർന്ന് നാം ആയിരിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഭൗതിക ഉറക്കത്തെക്കുറിച്ചല്ല പറയുന്നത്. ആത്മീക വിഷയങ്ങളിൽ എപ്പോഴും ഉണർവുള്ളവരായി, ജാഗ്രതയുള്ളവരായി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വാച്ച്ഫുള്ളായി, എപ്പോഴും കെയർഫുള്ളായി നാം ആയിരിക്കുന്നുവെങ്കിൽ മാത്രമേ വിജയകരമായ ഒരു ക്രൈസ്തവ ജീവിതം നമുക്ക് പടുത്തുയർത്തുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഉറങ്ങാത്തൊരു ആധ്യാത്മിക അനുഭവം. ഇന്ന് പകലായതുകൊണ്ട് തന്നെ എന്റെ പ്രസംഗത്തിന്റെ തലക്കെട്ട് നാം എന്തിനൊക്കെ ഉണർന്നിരിക്കേണ്ടവരായിരിക്കണം, ഏതൊക്കെ വിഷയങ്ങൾ നാം ഉണർന്നിരിക്കണം എന്നുള്ള വിഷയത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ അല്പസമയം നിങ്ങളുമായി സംസാരിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. 5-6 ചിന്തകൾ എൻ്റെ മുൻപിലുണ്ട്. എത്രയും വേഗത്തിൽ നമുക്ക് ആ ഭാഗങ്ങൾ പഠിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് മുന്നോട്ട് പോകാം. ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ഈ പകലിലെ ആരാധനയിൽ സംബന്ധിക്കുക. 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ആരംഭത്തിൽ വായിച്ചാൽ 1 കൊരിന്ത്യർ 16-13. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. അപ്പം വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടി ഉണർന്നിരിപ്പീൻ. വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടി ഉണർന്നിരിപ്പീൻ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ വിശ്വാസ അനുഭവങ്ങളുടെ അടിസ്ഥാനം തന്നെ വിശ്വാസമാണ്. വിശ്വാസത്തിൽ നാം എപ്പോഴും ഉണർവുള്ളവരായിരിക്കണം. ഉറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആധ്യാത്മിക അനുഭവങ്ങൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നാം തളർന്നു പോകും. വിശ്വാസത്തിൽ എപ്പോഴും നാം
ഉണർവുള്ളവരായിരിക്കണം. നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ, വിശ്വാസ അനുഭവങ്ങളെ ക്ഷീണിപ്പിക്കുവാൻ തക്കവണ്ണം ശത്രുവായവൻ അക്ഷീണമായ പരിശ്രമങ്ങൾ നടത്തും. എന്നാൽ വിശ്വാസത്തിൽ എപ്പോഴും ശക്തരായി മുന്നേറത്തക്കവണ്ണമുള്ള ഒരു ദൈവകൃപ നാം എപ്പോഴും ആർജിക്കുന്നവരായിരിക്കണം. പലവിധമായ വിപരീതമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ വന്നു ഭവിച്ചെന്ന് വരാം. എന്നാൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന്റെ ആഴം ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞെന്ന് വരികയില്ല. വാക്യം ഞാൻ വായിപ്പിക്കുന്നില്ല. പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. പത്രോസ് ഹെരോദാവിന്റെ പിടിയിലായി. ഒരു വാക്യം ഇങ്ങനെയുണ്ട് 12-ാം അധ്യായത്തിൽ. നിങ്ങൾ പിന്നെ ആ വാക്യം വായിച്ചാൽ, പിന്നെ ആ ഭാഗം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഹെരോദാവിന്റെ പിടിയിലായി. ആരാ പിടിയിലായത്? പത്രോസ് ഹെരോദാവിന്റെ പിടിയിലായി. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ആ പദം വളരെ ശ്രദ്ധേയമാണ്. He got into the clutches of Herod. ഹെരോദിന്റെ ക്ലച്ചസ് എന്ന് പറയുമ്പോൾ ആ മുറുക്കയുള്ള പിടിയിൽ, അവന്റെ ആ ബലിഷ്ഠമായ കരങ്ങൾക്കുള്ളിൽ ഹെരോദാവായിപ്പോയി, പിടിയിൽ ഹെരോദാവായിപ്പോയി. എന്നാൽ പത്രോസായിപ്പോയി. ഹെരോദാവിന്റെ പിടിയിൽ പത്രോസായിപ്പോയി. എന്നാൽ ഹെരോദാവിന്റെ പിടിയിലായിപ്പോയ പത്രോസിന് വേണ്ടി സഭ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്ന് നാം ആ ഭാഗത്ത് വായിക്കുന്നു. ഇത് എടുത്തു പറയാനുള്ള കാരണം, ചരിത്രം പരിശോധിച്ചാൽ ഹെരോദാവിന്റെ പിടിയിൽപ്പെട്ട ഒരൊറ്റ വ്യക്തി പോലും പുറത്തു വന്ന ചരിത്രമില്ല. ഇതിന് തൊട്ട് 2 ആഴ്ചയ്ക്ക് മുൻപാണ് യാക്കോബ് ഹെരോദാവിന്റെ പിടിയിൽ അകപ്പെടുകയും ശിരച്ഛേദനം ചെയ്യപ്പെടുകയും ചെയ്തത്. അതിന് തൊട്ട് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് പത്രോസ് ഹെരോദാവിന്റെ പിടിയിലാകുന്നത്. എന്നാൽ ശ്രദ്ധിക്കണമേ, സഭ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ, സഭ ശ്രദ്ധയോടുകൂടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഹെരോദാവിന്റെ പിടിയിൽ നിന്നും യഹൂദന്മാരുടെ പ്രതീക്ഷകളിൽ നിന്നും പത്രോസിനെ ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഈ സന്ദേശം കേൾക്കുന്നവരോട് ആരംഭത്തിൽ തന്നെ എനിക്ക് പറയുവാനുള്ള ദൂത്, മനുഷ്യർ വിധി എഴുതിയ ചില വിധിയെഴുത്തുകളിൽ ദൈവം തന്റെ കരം ചലിപ്പിക്കണമെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടുകൂടെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറക്കെ പറയുവാൻ ഞാൻ നിങ്ങളും തയ്യാറാകണം. ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചതാണ് നാം വായിക്കുന്നത്. നിങ്ങളെ പദം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് സഭ പ്രാർത്ഥിച്ചത്? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എന്താണ് ഈ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ചരിത്രം എന്താണ് പറയുന്നത്? ചരിത്രം പറയുന്നത് ഹെരോദാവിന്റെ കയ്യിൽ പിടിപ്പെട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അവരൊക്കെ ഹെരോദാവിന്റെ കയ്യാൽ ഒടുങ്ങിയിട്ടേ ഉള്ളൂ. അതാണ് ചരിത്രം പറയുന്നത്. എങ്കിൽ ചരിത്രത്തിലേക്കല്ല ആര് ശ്രദ്ധിച്ചത്? സഭ ശ്രദ്ധിച്ചത്. സഭ ശ്രദ്ധിച്ചത് ദൈവമുഖത്തേക്കും വാഗ്ദത്തങ്ങളിലേക്കുമാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അവർ ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ ചരിത്രത്തിൽ നിന്ന് അവർ അവരുടെ കണ്ണു പറിച്ച് ദൈവമുഖത്തേക്ക് അവർ നോക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു മഹാവീരനെ പോലെ എഴുന്നേറ്റുവെങ്കിൽ, ഇന്ന് പകൽ അടകമന സഫരാതല ചില കുടുംബങ്ങളോട് ആത്മാവിൽ ഞാനൊരു ദൂതെന്ന വണ്ണം പറയുകയാണ്. ചരിത്രം ഒരുപക്ഷെ നിന്റെ വിഷയത്തിന് വിപരീതമായി ആയിരിക്കാം കാര്യങ്ങൾ നടത്തിയത് അല്ലെങ്കിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ നിന്നോട് ദൈവത്തിനൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ വാഗ്ദത്തം നിവർത്തിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനായ ദൈവത്തിൽ വിശ്വാസം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒരു മഹാവീരനെ പോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കുവാൻ വിശ്വസ്തനാണ്. എൻ്റെ അടുത്ത് കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ ഈ രോഗം വന്നിട്ടുള്ള ആരും രക്ഷപ്പെട്ടിട്ടില്ല. അത് ചരിത്രമാണ് പറയുന്നത്. അതാ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. ഹെരോദാവിന്റെ പിടിയിൽ അകപ്പെട്ടവരാരും രക്ഷപ്പെട്ട ചരിത്രമില്ല. നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കിക്കോ. യാക്കോബ് പോലും ശിരച്ഛേദനം ചെയ്യപ്പെട്ടു. പ്രൈസ് ഗോഡ്. പക്ഷെ ചരിത്രം അത് പറയട്ടെ, നിങ്ങളുടെ ഈ രോഗം വന്ന് ആരും രക്ഷപ്പെട്ട് കാണുകയില്ല. നിങ്ങളുടെ ഈ വിഷയത്തിലൂടെ കടന്നുപോയ ഒരു കുടുംബവും പിന്നെ തലപൊക്കി പുറത്തു വന്ന് കാണുകയില്ല. എന്നാൽ നിന്നെ കുറിച്ചും നിന്റെ കുടുംബത്തെ കുറിച്ചും ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട്. നിന്നെ കുറിച്ച് നിന്റെ തലമുറയെ കുറിച്ചും ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ അതിൽ നീ വിശ്വസിക്ക്. ആരും തല ഉയർത്തി പുറത്തു വരാത്ത ചില മണ്ഡലങ്ങളിൽ നിന്നെ തല ഉയർത്തി പുറത്തു വരുമാറ്, നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ നിൽക്കുമാറ് ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിൽ നീ വിശ്വസിക്ക്. സുഖമായി കിടന്ന് പത്രോസ് ഉറങ്ങുകയാണ്. ഉറങ്ങുവാൻ കാരണമുണ്ട്, വാഗ്ദത്തത്തിലുള്ള വിശ്വാസം. പാസ്റ്ററെ, ഉറക്കം വരുന്നില്ല. ഉറക്കം വരാതിരിക്കേണ്ട. നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും.
ദൈവം ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് നിവർത്തിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. അവന്റെ കരം എന്നും കുറവായിട്ടില്ല. വിശ്വാസത്തിൽ ഉണർവുള്ളവരായിരിക്കുക. വിശ്വാസത്തിൽ ഉണർവുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും ഒരു വിഷയത്തെക്കുറിച്ചും ഓർത്ത് നാം നിരാശപ്പെടുവാൻ ഇടവരികയില്ല. നിരാശ വരത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, തെറ്റിദ്ധരിക്കരുത്. മനുഷ്യനാണെങ്കിൽ നിരാശയുള്ളിൽ വന്നെന്ന് വരാം. പക്ഷെ ആ നിരാശകളെ അതിജീവിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ആർജവും കരുത്തുമാണ് വിശ്വാസമുള്ള ദൈവവൈതന്റെ മേൽ ദൈവം പകരുന്നത്. വിശ്വാസത്തിൽ ഉണർവുള്ളവരായിരിക്കുക. അധികം വിവരിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. തൊട്ടടുത്ത ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. 1 പത്രോസ് 5:8 വായിച്ചാട്ട് അടുത്തത് ഏതിലാണ് നാം ഉണർവുള്ളവരായിരിക്കേണ്ടത് അല്ലെങ്കിൽ ഉണർന്നിരിക്കേണ്ടത്? 1 പത്രോസ് 5:8 നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. അപ്പൊ നമുക്ക് ആരുണ്ട്? ഒരു പ്രതിയോഗിയുണ്ട്. ആരാ നമ്മുടെ പ്രതിയോഗി? അയൽവക്കക്കാരല്ല പ്രതിയോഗി, മനുഷ്യരല്ല പ്രതിയോഗി. നമ്മുടെ പ്രതിയോഗി പിശാച. പിശാച് ചിലരൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചെന്ന് വരാം, അത്രമാത്രമേ ഉള്ളൂ. അപ്പൊ ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് എങ്ങനെ വരുന്ന അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ്. അപ്പൊ അവനൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവനൊരൊറ്റ തിരച്ചിലേ ഉള്ളൂ. ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഒരു വിശ്വാസി എപ്പോഴും എങ്ങനെയായിരിക്കണം? ഉണർന്നിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പ്രതിയോഗിയുടെ വായിൽ നാം പെട്ടുപോകുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുകയും. ആരെ വിഴുങ്ങേണ്ടു എന്നുള്ളതിൽ വിശ്വാസത്തിൽ ബലഹീനരായവരെ മാത്രം വിഴുങ്ങാനല്ല ശത്രു ഊടാടി സഞ്ചരിക്കുന്നത്. ഈ കഴിഞ്ഞിടയ്ക്ക് എവിടെയോ ആരോ പ്രസംഗിക്കുന്ന കേട്ടു, നിങ്ങൾ വിശ്വാസത്തിൽ ബലഹീനരാണെങ്കിൽ സാത്താൻ നിങ്ങളെ വിഴുങ്ങിക്കളയും. സാത്താൻ അങ്ങനെയുള്ളവരെയാ ലക്ഷ്യമിടുന്നത്. എന്നോ വിശ്വാസത്തിൽ ബലഹീനരെ മാത്രം ഒന്നുമല്ല, കഴിയുമെങ്കിൽ ആരെ കൂടെയാണ്? വൃതന്മാരെ പോലും, വിശ്വാസത്തിൽ പക്വതയുള്ളവരെ പോലും തെറ്റിച്ച് കളയുവാൻ, വീഴ്ത്തിക്കളയുവാൻ ശത്രുവായവൻ അവൻ്റെതാകുന്ന പദ്ധതിയുമായി, ശത്രു ഒരു പദ്ധതിയുമായി മുന്നിൽ വരുമ്പോൾ ഉടനടി ഒരു ദൈവവേദന ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവമേ, ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ ദുഷ്ടപിശാചിന് ഞാൻ അടിമപ്പെട്ടു പോകുമോ? വിശ്വാസത്തിൽ നിന്ന് ഞാൻ പതറിപ്പോകുവാൻ തക്കവണ്ണം സാധ്യതയുണ്ടോ? അവൻ എന്തിനാണ് വരുന്നത്? നമ്മെ വിഴുങ്ങിക്കളയുക, വിശ്വാസത്തിൽ നിന്ന് നമ്മെ ക്ഷീണിപ്പിക്കുക, അല്ലെങ്കിൽ വ്യതിചലിപ്പിക്കുക. ഇതാണ് ശത്രുവിന്റെ ആത്യന്തിക ലക്ഷ്യം. ഒരു റോറിംഗ് ലയണിനെ പോലെ അലർന്ന ഒരു സിംഹം എന്ന വണ്ണം ആരേ വിഴുങ്ങേണ്ടു. പാസ്റ്ററേ, ഞാൻ നല്ല കൃപയിലാണ് നിൽക്കുന്നത്. സഹോദര, നല്ല കൃപയിലാണ് നിൽക്കുന്നത്. ആയിക്കോട്ടെ, നല്ല കൃപയിലാണ് ഈ നിൽക്കുന്ന ഞാനും കൃപയിലാണ് നിൽക്കുന്നത്. പക്ഷെ എപ്പോഴാ വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഉണർന്നിരുന്നില്ലെങ്കിലുണ്ടല്ലോ വീണു പോകും. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് വചനത്തിൽ നാം വായിക്കുന്നത്, നിൽക്കുന്നു, എല്ലാവരും പറഞ്ഞേ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. ദൈവമല്ല സൂക്ഷിക്കേണ്ടത്, നാമാ സൂക്ഷിക്കേണ്ടത്. നമ്മെ തന്നെ നാം സൂക്ഷിക്കുവാൻ തക്കവണ്ണം ബാധ്യസ്ഥരാണ്. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നുവെന്ന് അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. ഇവിടെ നാം ആയിരിക്കുമ്പോൾ നാം ഒക്കെ വിശുദ്ധരാണ്. വളരെ ആത്മാവിലും സത്യത്തിലൊക്കെ നാം ദൈവത്തെ ആരാധിക്കും. പക്ഷെ ഇത് വിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ വാതിൽക്കൽ കിടക്കുകയാണ്. ഒരു അലറുന്ന സിംഹമെന്ന് നിന്നെ വിഴുങ്ങിക്കളഞ്ഞ് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ തക്കവണ്ണം അവന്റെ പദ്ധതികളുമായി അവൻ പുറത്തൊരുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പിശാചിന്റെ തന്ത്രങ്ങളെ ബാക്കി പറഞ്ഞേ, നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഒരു വിഷയവുമായി ആരെങ്കിലും വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഷയവുമായി ആരെങ്കിലും വന്നാൽ ഉടനടി ചിന്തിക്കണം, ഇതിൽ സാത്താൻ എന്തെങ്കിലും തന്ത്രമുണ്ടോ? ദൈവസ്നേഹത്തെ, വിശ്വാസത്തെ കെടുത്തിക്കളയുവാനുള്ള എന്തെങ്കിലും തന്ത്രം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് ഗുഡ് ബൈ പറയുവാൻ തക്കവണ്ണം തയ്യാറാകുന്നതാണ് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഞാൻ ഓർപ്പിച്ചുവല്ലോ, കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിക്കുവാൻ ഒരു വൃതനെ നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് കാണിക്കുവാൻ തക്കവണ്ണം കഴിയുമോ? പിശാച് കഴിവിന്റെ പരമാവധി ഈ വൃതനെ തെറ്റിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചു. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ ഈ മനുഷ്യനെ പോലെ വൃതനായ ഒരുത്തനെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ആർക്കെങ്കിലും പറയാമോ? വെരി ഗുഡ്. ഇയ്യോബ് 1:1 മുതൽ ഇങ്ങോട്ട് വായിച്ചാൽ അറിയാം ഇയ്യോബ് എങ്ങനെയുള്ളവനായിരുന്നുവെന്ന്. നിർമ്മലൻ, നിർദോഷൻ, ദോഷം വിട്ട് അകലുന്നവൻ. ദോഷത്തെ കണ്ടാൽ അങ്ങോട്ട് കയറി ചെന്ന് ദോഷത്തിന് കൈകൊടുക്കുന്നവനായിരുന്നില്ല. ദോഷം ഇതിലെ വരുന്ന കണ്ടാൽ വഴിമാറിപ്പോകുന്നവനായിരുന്നു ഇയ്യോബ്. അത്രയ്ക്ക്
വ്യക്തി വിശുദ്ധനായിരുന്നു. യോബിന്റെ വിശുദ്ധിയുടെ ആഴത്തെക്കുറിച്ച് എനിക്ക് പലപ്പോഴും അത്ഭുതമായി തോന്നിയിട്ടുള്ളത്, നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ യോബ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ സാധാരണ പ്രാർത്ഥിക്കുന്നത് വല്ല പാപത്തിന്റെയും ശ്രുതി കേട്ട് കഴിയുമ്പോൾ, കർത്താവേ അത് ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ ദൈവസഭയ്ക്കോ ഒന്നും അപമാനമാകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ യോബ് എങ്ങനെയാ പ്രാർത്ഥിച്ചെന്നറിയാമോ? അവർ വല്ല പാപവും ചെയ്തു പോയിട്ടുണ്ടെങ്കിലോ, they are also human beings, അവർ മനുഷ്യരാ, ലോകത്തിൽ ജീവിക്കുന്നവരാണ്. പാപം സംഭവിക്കുവാൻ തക്കോണ സാധ്യതയുള്ള ശരീരത്തിൽ അവർ ജീവിക്കുന്നത്. അഥവാ അബദ്ധവശാൽ ഏതെങ്കിലും പാപത്തിൽ അവർ വീണുപോയിട്ടുണ്ടെങ്കിലോ, ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞുങ്ങളെ രാവിലെ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് കോളേജിലും സ്കൂളിലൊക്കെ അയക്കുന്നു. അവരെവിടൊക്കെയാ പോകുന്നത് നാം ആരെങ്കിലും കാണുന്നുണ്ടോ? ദൈവം കാണുന്നുണ്ട്. പക്ഷെ മനുഷ്യരാ, കുഞ്ഞുങ്ങളാണ്. എന്ത് സംഭവിക്കുവാൻ തക്കവണ്ണ സാധ്യതയുള്ള ലോകമാണ്. ആയതുകൊണ്ട് അവർ ചെയ്തു പോയെങ്കിലോ എന്നോർത്ത് അവർക്ക് വേണ്ടി എപ്പോഴൊക്കെയാ, ആഴ്ചയിൽ ഒരിക്കലാണോ, ദിനംപ്രതി യാഗം കഴിക്കുന്നവനായിരുന്നു യോബ്. അപ്പൊ നോക്കിക്കേ, യോബിന്റെ വിശുദ്ധിയുടെ ആഴം. ഈ മനുഷ്യന്റെ പുറകെയാ ആര് നടന്നത്? സാത്താൻ നടന്നത്. അങ്ങനെങ്കിൽ നമ്മുടെയൊക്കെ പുറകെ എത്ര അധികം നടക്കുന്നുണ്ട് ദൈവമക്കളെ. എത്ര ഭയത്തോടുകൂടെ വേണം നാം നമ്മുടെ മരുഭൂ പ്രയാണം കഴിച്ചു കൂട്ടുവാൻ. അതുകൊണ്ടാണ് എഴുത്തുകാരൻ പറയുന്നത്, serve the Lord with trembling. വിറയലോടുകൂടെ വേണം, ലാഘവത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതമായിരിക്കരുത് നമ്മുടെ ജീവിതം. വിറയലോടുകൂടെ, അയ്യോ എന്റെ അപ്പന്റെ കൽപ്പന ഞാൻ അനുസരിക്കുന്നുണ്ടോ, അപ്പന്റെ പ്രമാണത്തിനൊത്തവണ്ണമാണോ ഞാനും എന്റെ തലമുറയും ജീവിക്കുന്നത് എന്നുള്ള പരിശോധനയോടും എന്നുള്ള വിശകലനത്തോടും കൂടെ വേണം ഓരോ ജീവിതയാത്രയും, ഓരോ കാഴ്ചവടും നാം എടുത്ത് മുന്നോട്ട് വെക്കുവാൻ. എന്നാൽ ഈ വൃതനെ തെറ്റിക്കുവാൻ പിശാചിന് കഴിഞ്ഞോ? എന്തൊക്കെയാണ് അവന് വിരോധമായി അഴിച്ചുവിട്ടത്? അവന്റെ തലമുറയെ തൊട്ട്, സമ്പത്തിനെ തൊട്ട്. പിന്നെ ദൈവം ഒരു വാണിംഗ് കൊടുത്തു, അവന്റെ ജീവനോട് മാത്രം നീ എന്ത് ചെയ്യരുത്, പോരാടരുത്. അതുകൊണ്ട് എന്ത് ചെയ്തു? കൊല്ലാതെ അവനെ കൊന്നെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ആണോ അല്ലയോ? ചത്തില്ലെന്നുള്ളതേ ഉള്ളൂ. ചത്തതിന് സമമായിരുന്നു യോബിന്റെ ജീവിതം. നമ്മൾ പറയത്തില്ല ഇതിലും ഭേദം ചാകുന്നതായിരുന്നു എന്ന് പറയത്തില്ലേ? എന്ന് പറയുന്ന പോലെ ഒരു അനുഭവത്തിലൂടെ യോബ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു ചിന്തകൻ, ഒരു ചരിത്രകാരൻ പറഞ്ഞിട്ടുള്ളത്, യോബ് ഓട്ട് കഷ്ണം എടുത്ത് യോബിന്റെ ശരീരം ചുരണ്ടുമ്പോൾ ഓരോ വൃണത്തിൽ നിന്നും പുഴുക്കൾ ഞുളഞ്ഞു പുറത്തു വരുമായിരുന്നുവെന്ന്. സഹിക്കുമോ ദൈവമക്കളെ? ഇതിനെയാണ് വിശ്വാസത്തിന്റെ തീവ്രമായ പരിശോധന എന്ന് പറയുന്നത്. അവിടെയും ഈ ഭക്തൻ പറഞ്ഞത് എന്താണ്? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ഇതാണ് വിശ്വാസത്തിന്റെ ആഴം. പിശാച് അവന്റെ പദ്ധതികളുമായി വരട്ടെ, എന്തെല്ലാം പദ്ധതികളും ആസൂത്രണങ്ങളും അവൻ അണിയറയിൽ ആവിഷ്കരിക്കട്ടെ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ടെങ്കിൽ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയും അതിന്റെ വ്യാപാരവും ഉണ്ടെങ്കിൽ, ശത്രുവിന്റെ ഒരു പദ്ധതികൾക്കും നിന്നെ തകർക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. വാതിൽക്കൽ ഒരു അലറുന്ന സിംഹം പോലെ നിന്റെ കുടുംബത്തെയും വിഴുകിക്കളയുവാൻ, തലമുറയെ പിടിച്ചു ചീന്തിക്കളയുവാൻ ശത്രുവായവൻ പദ്ധതികളുമായി നിന്നെന്ന് വരാം. നിരാശപ്പെട്ടു പോകണ്ട, ഭയപ്പെട്ടു പോകണ്ട. നിന്മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ആ സിംഹത്തിന്മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെക്കാളും വലുതാണെന്ന് മനസ്സിലാക്കുക. അപ്പന്റെ ആടുകളെ കടിച്ചു കീറിക്കളയുവാൻ തക്കവണ്ണം സിംഹം ചാടി വീണപ്പോൾ അപ്പനിൽ നിന്ന്, സ്വർഗീയ അപ്പനിൽ നിന്ന് അനുഭവിക്കുന്ന ദൈവകൃപ കൊണ്ട് ദാവീദ് സിംഹത്തെ കീറിക്കളഞ്ഞതുപോലെ ഇന്ന് മകൾ കൃപ പ്രാപിച്ച ദൈവവൈതലെ, പാപത്തിലേക്ക് നിന്നെ വീഴ്ത്തിക്കളയുവാൻ തക്കവണ്ണം ദുഷ്ട പിശാച് അലറുന്ന സിംഹത്തെ പോലെ വാതിൽക്കൽ നിൽക്കുമ്പോൾ വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അതിനെ ചിന്തിക്കളയുവാൻ, പാപത്തെ ത്യാഗത്തോളം എതിർത്ത് നിൽക്കുവാനുള്ള ശക്തിയും കരുത്തുമാണ് ആർജിക്കേണ്ടത്. ഞാൻ എന്റെ ചെറിയ പ്രായത്തിലൊക്കെ തെറ്റിദ്ധരിച്ചത് ഒരു തെറ്റിദ്ധാരണയുണ്ട്. പാസ്റ്റർ മകനായി ജനിച്ചതുകൊണ്ടും അന്ന് മുതൽ ഇന്ന് വരെ ഫെയ്ത്ത് ഹോമുകളിൽ മാറി മാറി താമസിക്കുന്നത് കൊണ്ടും എൻ്റെ ഒരു ധാരണ, പാട്ടിൻ്റെ ഒടുവിൽ രണ്ട് അന്യഭാഷ പറയുവാൻ വേണ്ടിയാണ് ഈ ദൈവശക്തി എന്ന്. ഒരു കണക്കിന് ഒരു വശത്തത് ശരിയാണ്. പക്ഷെ ഈ ദൈവശക്തി ഞാനും നിങ്ങളും വിശേഷാൽ നമ്മുടെ തലമുറകളും പ്രാപിക്കണമെന്ന് പറയുന്നത് ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ അന്യഭാഷ പറയുവാനും പാട്ടിന്റെ ഒടുവിൽ കൈകൊട്ടി അന്യഭാഷ പറയുവാനും വേണ്ടി മാത്രമല്ല, കൃപയിൽ നിൽക്കണമെങ്കിൽ അലറുന്ന സിംഹം എന്ന വണ്ണം ശത്രുവായ വാതിൽക്കൽ നിൽക്കുമ്പോൾ അതിനെയും അതിന്റെ പ്രലോഭനങ്ങളെയും
പിച്ചി ചിന്തി കളയുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ ദൈവകൃപ നമ്മുടെ മേൽ, ദൈവശക്തി നമ്മുടെ മേൽ അനിവാര്യമാണ്. നമ്മുടെ എല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ആത്മശക്തിയുടെ വലിയ വ്യാപാരത്താൽ അങ്ങ് നിറയ്ക്കണം. രണ്ട് കാര്യങ്ങൾ പഠിച്ചല്ലോ. ഒന്ന്, എന്തിന് നാം ഉണർന്നിരിക്കണം? വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് നാം ഉണർന്നിരിക്കണം. രണ്ട്, അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച് ശത്രു വരുമ്പോൾ അതിനെ അതിജീവിക്കത്തക്കവണ്ണം ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് നാം ഉണർന്നിരിക്കണം. മൂന്നാമത്തെ ചിന്തയിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 29 മുതൽ 31 വാക്യം വായിച്ചാൽ. പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 29 മുതൽ 31 വരെ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ, ശ്രദ്ധിക്കണമേ, ഞാൻ പോയതിനു ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന, ഇതാണ് വിഷയം കേട്ടോ, വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കുമെന്ന് അറിയുന്നു. അപ്പൊ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ദുരുപദേശങ്ങൾ നമ്മുടെ ഇടയിൽ ശക്തമായി പ്രബലമാകുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉണർന്നിരിപ്പീൻ. ഉണർന്നിരിക്കാത്തവന് എന്ത് സംഭവിക്കുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്? ഈ ദുരുപദേശത്തിൽ പെട്ടുപോകുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. നിങ്ങൾ 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് പഠിച്ചാൽ, ഞാൻ സഭാചരിത്രമാണ് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നത്, നോസ്റ്റിസിസം, മാണിക്കേനിസം, മാർസിയോണിസം എന്നിത്യാദിയൊക്കെയുള്ള ദുരുപദേശങ്ങൾ വളരെ ശക്തമായി ദൈവസഭയിൽ പ്രബലമായി വന്നപ്പോൾ അവർ പഠിപ്പിച്ചത് വളരെ സരളമായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആകർഷിതരായി പല ആളുകളും ഇങ്ങനെയുള്ള ഉപദേശങ്ങളിൽ കുടുങ്ങിപ്പോയി. എന്നാൽ ഇതിന്റെ നടുവിലും വീറോടെ നിൽക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഉണർന്നിരുന്നവരായിരുന്നു, വിശ്വാസത്തിൽ ജാഗരൂകരായിരുന്നവരായിരുന്നു, വാച്ച്ഫുൾ ആയിരുന്നവരായിരുന്നു. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ദുരുപദേശമില്ല ദൈവമക്കളെ, വളരെയധികമുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് ആരോ പറയുന്നത് കേട്ടു, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾ സ്വർഗത്തിൽ പോകും, പിന്നെ നരകം എന്നൊരു വിഷയമേ നിങ്ങളുടെ ജീവിതത്തിലില്ല. അതിന്റെ അർത്ഥം എന്തുവാ? എങ്ങനെയും ജീവിക്കുവാനുള്ള ലൈസൻസാണ്. ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ സഭകളിലൊക്കെ നിങ്ങൾ ചെന്നാൽ ഇങ്ങനെയുള്ള സന്ദേശങ്ങളും പ്രസംഗങ്ങളും അവിടെ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരായ സഹോദരിമാരൊക്കെ ഇവിടേക്ക് പോകുവാൻ ഈ വെമ്പൽ കാണിക്കുന്നത്. ഞാൻ ജനറലൈസ് ചെയ്യുകയല്ല, തെറ്റിദ്ധരിക്കരുത്. എല്ലാ ന്യൂ ജനറേഷൻ സഭകളിലുമല്ല. എന്നെ കേൾക്കുന്ന ആരും ഇത് ദുർവ്യാഖ്യാനം ചെയ്യരുത്. എന്നാൽ ചില ന്യൂ ജനറേഷൻ സഭകളിൽ ഇങ്ങനെയുള്ള ഉപദേശം വളരെ പ്രബലമാണ്. അതിലൊരാൾ ഒരിക്കൽ പറഞ്ഞത്, അകത്ത് വരുമ്പോൾ നിങ്ങൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം, പുറത്തായിരിക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അവരോടൊപ്പം അങ്ങ് ചേർന്നോ, എങ്കിൽ മാത്രമേ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയൂ. അവരോടൊപ്പം ചേർന്നോ വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അവരുടെ സ്വഭാവത്തോട് നാം താതാത്മ്യപ്പെടരുത്. രക്ഷ നഷ്ടപ്പെടും. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തപ്പോൾ വളരെ ശക്തമായി പറഞ്ഞൊരു കാര്യമായി, രക്ഷ നഷ്ടപ്പെടും. വിശുദ്ധ വേദപുസ്തകം അങ്ങോളം ഇങ്ങോളം നിങ്ങൾ പരിശോധിക്കുക, രക്ഷ നഷ്ടപ്പെടുമെന്നുള്ളത് 100 തെളിവുകൾ നമുക്കുണ്ട്. ഒരു തെളിവ് മാത്രം ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ മണവാളന്റെ വരവെങ്കിൽ 10 കന്യകമാരും അങ്ങ് എടുത്തുകൊള്ളപ്പെടുമായിരുന്നുവല്ലോ. ആണോ അല്ലേ? 10 പേര് ഓടിയവരല്ലേ? 10 പേർക്കും വിളക്കില്ലായിരുന്നോ? 10 പേരും തീ കത്തിക്കുവാനുള്ള സാമഗ്രിയും കരുതിയിട്ടില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷെ മണവാളന്റെ വരവിന്റെ ശബ്ദവും ഇവർ കേട്ടു. പക്ഷെ എടുത്തുകൊള്ളപ്പെട്ടവർ എത്ര പേർ മാത്രമായിരുന്നു? 5 പേർ മാത്രമായിരുന്നു. അത് തന്നെ നമുക്ക് ധാരാളം പോലെ. വിപരീത ഉപദേശങ്ങളിൽ നിന്ന് ഏതൊരു ഉപദേശം എവിടെ കേട്ടാലും ഞാൻ സാധാരണ പറയാറുണ്ട്, കം ടു ദ ബൈബിൾ, വചനത്തിലേക്ക് വാ. വചനം ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തു പറയുന്നു അതായിരിക്കട്ടെ നമ്മുടെ കൺക്ലൂഷൻ. അപ്പോൾ ഇനിയുള്ള വിപരീത ഉപദേശങ്ങൾ നമ്മളെ തെറ്റിക്കാതിരിക്കത്തക്കവണ്ണം നാം എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. ഇനിയും 2 കാര്യങ്ങൾ പറഞ്ഞതിന്റെ വാക്കുകൾ വിരാമം കുറിക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം 42-43 വാക്യങ്ങൾ വായിച്ചു. മത്തായി 24-ന്റെ 42-43. എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിന്റെ ശത്രു
ശ്രദ്ധിക്കൂ, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിക്കും. ഉണർന്നാണോ ദൈവമക്കളെ ആയിരിക്കുന്നത്? കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കൽ വാതിൽക്കലായി കേട്ടോ. അതിന്റെ അടയാളങ്ങളാണ് നാം ഈ കേൾക്കുന്നതൊക്കെ. ഞാൻ ഇങ്ങനെ പറയാം, കർത്താവിന്റെ വരവിന്റെ കാലൊച്ചയാണ് ഈ കൊറോണയിലൂടെ ഒക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊറോണ മാത്രമാണോ? കോവിഡ് മാത്രമാണോ? ഓരോ ദിവസത്തെയും വർത്തമാന പത്രങ്ങളൊന്ന് തുറന്നു നോക്കിക്കേ. കാണുന്ന സംഭവ വികാസങ്ങളും കാഴ്ചകളും വാർത്തകളും ഒക്കെ എത്രയോ വിപരീതമാണ്. പുറത്ത് പോലെ പറയുവാൻ കൊള്ളാത്ത വാർത്തകൾ. ഒരു വാക്യങ്ങൾ വായിച്ചാൽ അവസാനിപ്പിക്കാം. ആയുധവുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചെല്ലാവരും വായിക്കണം കേട്ടോ. 2 തീമോഥെയോസ് 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് നിർത്തി ഉറക്കെ വായിച്ച് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യണം. 2 തീമോഥെയോസ് 3-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഒടുവിൽ സഹോദരന്മാരെ കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുത്തുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. കർത്താവോ വിശ്വസ്തൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെന്ന് മേലാലും ചെയ്യും എന്നും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. ഈ ഭാഗങ്ങൾ ഇങ്ങനെ താഴോട്ട് നാം വായിച്ചു വരുമ്പോൾ കർത്താവിന്റെ വരവുമായുള്ള ബന്ധത്തിൽ വരവിങ്കൽ സംഭവിക്കുന്ന അടയാളങ്ങളെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ തക്കവണ്ണം കഴിയും. മനുഷ്യർ സ്വസ്നേഹികളായി തീരുന്നതും ദ്രവ്യാഗ്രഹികളായി തീരുന്നതും വമ്പ് പറയുന്നവരായും ഏഷ്ണിക്കാരായി തീരുന്നതൊക്കെ ആയിട്ട് നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ തക്കവണ്ണം കഴിയും. ഇതൊക്കെ നമ്മെ വിളിച്ചറിയിക്കുന്നത് എന്താണ്? കർത്താവിന്റെ വരവ് അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു. ആയതുകൊണ്ട് ഇന്ന് പകൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന വാത്സല്യ ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, കർത്താവേ, അങ്ങയുടെ വരവ് അടുക്കൽ വാതിൽക്കലായിരിക്കുന്ന ഈ ഒരു കാലയളവിൽ എത്രമാത്രം ഞാൻ എന്നെ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഒന്ന് ശോധന ചെയ്തുകൊണ്ട് അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, എന്നെ തന്നെ ഒരുക്കുവാൻ ഓരോ ദിവസവും അങ്ങനെ കൃപ ചെയ്യുമാറാകണമേ. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, പരീക്ഷയിൽ ബാക്കി പറഞ്ഞ് അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? പത്രോസും ഉണ്ടായിരുന്നു. പത്രോസ് എന്ത് ചെയ്തു? ഉറങ്ങി. പരീക്ഷയിൽ അകപ്പെട്ടോ? പെട്ടോ? ഒരു പരീക്ഷ ജീവിതത്തിൽ പരീക്ഷ വരാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിന് നാമ പറഞ്ഞേ. പരീക്ഷ വരും, പക്ഷെ ഈ പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. യേശുവിന് പരീക്ഷ വന്നു. വന്നപ്പോൾ ആ പരീക്ഷയെ യേശു ജയിച്ചോ? എങ്ങനെ ജയിച്ചു? വചനത്താൽ ജയിച്ചു. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, പരീക്ഷകൾ മുൻപിൽ വരുമ്പോൾ അതിനെ ജയിക്കത്തക്കവണ്ണം, ആ പരീക്ഷയുടെ മേൽ ജയം കൈവരിക്കത്തക്കവണ്ണമുള്ള ദൈവകൃപ സംഭരിക്കത്തക്കവണ്ണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ. നാം ദൈവമുഖത്തേക്ക് പകൽ നമ്മുടെ തലകളെ ഉയർത്തി നോക്കുമ്പോൾ ഒന്ന് സ്വയശോധനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കാമോ? നാം ചിന്തിച്ച ഈ വേദഭാഗങ്ങൾ ഒന്ന് അയവിറക്കാമോ? എല്ലാവരും ഒന്ന് ആത്മാവിൽ ധ്യാനിച്ച് കേവലം വചനം കേട്ടിട്ട് പോകുന്നവരായി ചെയ്യാതെ ആ വചനത്തിന്റെ മുൻപിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണമായി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിനായുള്ള ഉണർവ് എന്നിലുണ്ടോ? 1 പത്രോസ് 5:8 വായിച്ചതുപോലെ പ്രതിയോഗിയാകുന്ന പിശാച് അലറുന്ന സിംഹം എന്ന വണ്ണം എന്നെയും എന്റെ കുടുംബത്തെയും വിഴുങ്ങിക്കളയുവാൻ തക്കവണ്ണം വാദിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ അതിന്റെ നടുവിൽ ഉണർന്നിരുന്ന് അവന്മേൽ ജയം കൈവരിക്കുവാൻ തക്കവണ്ണം എനിക്ക് കഴിയുന്നുണ്ടോ? വിപരീതോപദേശങ്ങളോട് ദുരുപദേശങ്ങളോട് എതിർത്ത് നിൽക്കുവാനുള്ള ഉണർവ്, അതിനായുള്ള ദൈവശക്തി എന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടോ? കർത്താവിന്റെ വരവിന് വേണ്ടി ഞാൻ ഉണർന്നിരിക്കുന്നവനാണ്. പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഒരു നിമിഷം സ്വയശോധനയ്ക്കായി ഏൽപ്പിച്ചു കൊടുത്താട്ട്, നമ്മെ തന്നെ സമർപ്പിച്ചാട്ട്, പ്രിയ കർത്താവേ, ഈ പകൽ ഞങ്ങളെ കേൾപ്പിച്ച ചിന്തകൾക്കായി, ആലോചനകൾക്കായി അങ്ങയുടെ വരവ് അടുക്കൽ വാതിൽക്കലായെന്ന് സംഭവ വികാസങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നു.
പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പലപ്പോഴും ഞങ്ങൾ ഇന്നും മയങ്ങിയിരിക്കുന്നവരെ പോലെ ഇരിക്കുന്ന അവസ്ഥയാണല്ലോ. ആത്മാവിൽ ഞങ്ങൾ കൊരുങ്ങുവാൻ തക്കവണ്ണം കഴിയാതെ പോകുന്നുവല്ലോ. ഞങ്ങളോടങ്ങ് ക്ഷമിക്കണമേ. അങ്ങയുടെ വരവ് ആ നാളും നാഴികയും ഞങ്ങൾ അറിയാത്തവരാകൊണ്ട് അതിനുവേണ്ടി എപ്പോഴും ഉണർവും ഒരുക്കവും ഉള്ളവരായി ജീവിക്കുവാൻ, വിശ്വാസത്തിൽ ഒരുക്കമുള്ളവരായി ജീവിക്കുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായി ജീവിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്യുമാറാകണമേ. നൽകിയ ചിന്തകൾക്കായി സ്തോത്ര മഹത്വമെല്ലാം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ചില നിമിഷങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയായി വേർതിരിക്കുന്നു. സാക്ഷ്യം എന്ന് പറയുമ്പോൾ സവിസ്തരമായൊരു സാക്ഷ്യം പറയുവാൻ നമ്മുടെ മുൻപിൽ സമയമില്ല. പ്രാർത്ഥനയ്ക്കായി, സ്തോത്രത്തിനായി എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാനായി ഉണ്ടെങ്കിൽ, സ്തോത്രത്തിനെന്ന് പറയുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനയ്ക്കായി പറഞ്ഞിട്ട് ആ വിഷയത്തിന് മറുപടി ലഭിച്ച ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ സ്തോത്രത്തിനായി പങ്കുവയ്ക്കാം. അപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്കായി ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതും പങ്കുവയ്ക്കാം. ഒരുമിച്ച് നമുക്ക് ഈ പകല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനായി സമയം വേർതിരിക്കാം.
നാൾ അത്ഭുതമായി വഴി നടത്തി ദൈവസഭയുടെ കൂട്ടായിട്ടുള്ള പ്രാർത്ഥന അടികളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ശേഷം കഴിഞ്ഞ ചില മാസങ്ങള് സാറാ പൗരന്മാരുടെയായി കഴിഞ്ഞ വ്യാഴാഴ്ച കോളേജിലേക്ക് വീണ്ടും കടന്നുപോയി ദേവദാസനെ കടന്നുകയും പ്രാർത്ഥിക്കുകയും അറിയിക്കുകയും ചെയ്തു. വീണ്ടും ഞങ്ങളെ ഓർത്തുകയും അതിൽ അവിടെ ആയിരിക്കുമ്പോൾ ശാരീരികമായി മാനസികമായി അവിടെ പഠനത്തിന് പിറപ്പ് ദൈവത്തിന്റെ കരുതലും കാവലും ഉണ്ടാകേണ്ടതിന് ദൈവസഭയുടെയും ദേവദാസന്റെയും കുടുംബത്തിന്റെയും പ്രാർത്ഥന ചോദിക്കുന്നു. മാതാവുന്നവർ സൗഖ്യമായിരിക്കുന്നു. കുടുംബമായി തത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. ഷാരോൺ ഭവനത്തിലേക്ക് അഡ്മിഷൻ ലഭിക്കാനിടയായി വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിന് എല്ലാവരുടെയും പ്രാർത്ഥന കഴിഞ്ഞ കാലം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. വീണ്ടും പ്രാർത്ഥിക്കുന്ന അപേക്ഷയുണ്ട്. സാക്ഷി അതുപോലെ നമ്മുടെ കുളങ്ങരയിലെ പ്രിയ ബാബുച്ചായ മിസ്സസ് പ്രിയ അമ്മാമ നമ്മോടൊപ്പം ഉണ്ട്. വളരെ നാളുകൾക്ക് ശേഷമാണ് ആരാധന സംബന്ധിക്കുന്നത്. പ്രത്യേകം വന്ദനം പറയുന്നു. സാക്ഷിക്കാരുടെ സാവകാശം. വലിയ
കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ദൈവമായ കർത്താവ് അത്ഭുതകരമായ കുടുംബമായ ഈ ഓർമ്മയ്ക്കായി കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളൊക്കെ വിവിധ സ്ഥാനങ്ങളിലൊക്കെ ആയിരുന്നു സ്ഥാനങ്ങളിലൊക്കെ ദൈവമാക്കുകയും പരിപാലിക്കുകയും ചെയ്തു. ദൈവകൃപയോടെ നമുക്ക് ജീവിക്കാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പരീക്ഷയൊക്കെ കഴിഞ്ഞ മാസം നടക്കുന്നതിനിടയായി അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ട് കൊണ്ട് സന്തോഷിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ദൈവദാസനോ സമീപിക്കാൻ ഉപയോഗിക്കുന്നു. എല്ലാവരെയും ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കണം. ദൈവം സഹായിക്കുന്നു. വായിച്ച സങ്കീർത്തനം എല്ലാ ദിവസവും ബലപ്പെട്ട സങ്കീർത്തനമാണ്. പറഞ്ഞത് 2 പ്രാവശ്യം ഈ സങ്കീർത്തനം സങ്കീർത്തനമാണ്. ഇസ്രായേലിന്റെ പരിപാലനം മയങ്ങാതെ ഓർമ്മാതെ എന്തുകൊണ്ട് എന്റെ ജീവിതകാലത്തിന്റെ ആരംഭം മുതൽ എനിക്ക് പരിപാലനമായിരുന്നു. വിശ്വസ്തയ്ക്കായി നാളുകൾ ദൈവസഭ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു. സ്ഥലത്തായിരുന്നെല്ലാം കർത്താവിന്റെ പ്രത്യേക സൂക്ഷിപ്പും കാവലുമായിരുന്നു. സഭയോട് പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ദാനമായി നൽകി. മൂത്ത മോൾ ബെറ്റ്സി, രണ്ടാമത്തെ മകൾ ദൈവകൃപയിൽ വളരുവാൻ കർത്താവ് അവരെ സഹായിച്ചു. ദൈവസഭയുടെ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. ഉണ്ടായിരുന്നപ്പോഴെല്ലാം കർത്താവിന്റെ പരിപാലനം ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ മൂത്ത മകൾ ബെറ്റ്സി ഓർത്ത് പ്രാർത്ഥിക്കണം. ആ വിഷയത്തെ ഓർത്ത് സഭ പ്രാർത്ഥിച്ചു. അനന്തരമായി കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാവാൻ നമ്മൾ ഇവിടെയായിത്തീരുന്നു. ദൈവസഭയ്ക്ക് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുകയാണ്. ദൈവികമായ മകൾ ബെറ്റ്സിയുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഈ വരുന്ന ശനിയാഴ്ച 17-ാം തീയതി എൻഗേജ്മെന്റും ഓഗസ്റ്റ് 7-ാം തീയതി വിവാഹം നടത്തുവാൻ ഞങ്ങൾ സഭയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവസഭ ആ ശുശ്രൂഷകളെല്ലാം നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ശനിയാഴ്ച IPC കമ്മേലിന്റെ നേതൃത്വത്തിൽ ഇവിടെ വെച്ച് നടത്താൻ ആഗ്രഹിക്കുന്നതാണ്. ഇന്നത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് വീട്ടിൽ കൂടുതലായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ദൈവസഭ ഈ വിഷയങ്ങളെയും ഈ ശുശ്രൂഷകളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ഭാവി അനുഗ്രഹമായി തീരുവാൻ സന്തോഷവും സമാധാനമുള്ള നല്ലൊരു പുരോഗതി നയിക്കാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി ദൈവസഭയുടെയും ഭാഷയുടെയും കുടുംബത്തെല്ലാം പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അപ്പം ഞങ്ങളെ പ്രാർത്ഥിക്കുന്നതിന് അപേക്ഷിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഞങ്ങൾ വീണ്ടും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ചെയ്തോളൂ. കർത്താവിന് സ്തോത്രം. കാനാത്തല്ലേ പ്രിയ ബാബുച്ചാൻ ഓർപ്പിച്ചതുപോലെ ബാബുച്ചാന്റെ മകൾ ബെറ്റ്സിക്ക് വേണ്ടി നമ്മൾ സഭയായി കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഭാവിക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിവാഹാലോചന കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. ദൈവഹിതമായാൽ കഴിഞ്ഞ ദിവസം നടന്ന ആലോചനയ്ക്കനുസരിച്ച് ദൈവഹിതമായാൽ ഈ 17-ാം തീയതി നമ്മുടെ ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹ നിശ്ചയം നടത്തുവാനും തുടർന്ന് 7-ാം തീയതി വിവാഹം നടത്തുവാനുമാണ് വാത്സല്യ ഭവനം താല്പര്യപ്പെടുന്നത്. ദൈവദാസനോടും സെക്രട്ടറിയോടും ആ വിഷയങ്ങൾ പറയുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തു. അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. ദൈവമക്കൾ ആ വിഷയത്തെ ഓർത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്കിന്ന് പകലിലെ പ്രാർത്ഥനയിലും ആ വിഷയം ആത്മാർത്ഥമായി പ്രാർത്ഥനയിൽ വെക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് എല്ലാവർക്കും ദൈവതിരുവാദപ്പെടുത്തെങ്കിൽ എഴുന്നേറ്റ് ഒരു പാട്ട് പാടി അല്പസമയം ദൈവത്തെ ആത്മാവിൽ ആരാധിച്ച്
സ്തോത്ര വഴിപാട് സ്വീകരിച്ച് പ്രാർത്ഥനയോടും ആശീർവാദത്തോടും സന്തോഷത്തോടും മടങ്ങും. Praise God. ശാലരാജിൽ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലരാജിൽ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം നിർമ്മിച്ചിടുക, പറന്നുപോക. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം നിർമ്മിച്ചിടുക, പറന്നുപോക. ശാലരാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലരാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. അവൻ വീശുക ഈ തോട്ടത്തിനുൾ പകർന്നിടുവാൻ. അവൻ വീശുക ഈ തോട്ടത്തിനുൾ പകർന്നിടുവാൻ. അവൻ ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. അവൻ ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. അവൻ ശാലരാജൻ വരുന്നൊരു ദേശമെങ്ങും മുഴങ്ങിടുന്നു. അവൻ ശാലരാജൻ വരുന്നൊരു ദേശമെങ്ങും മുഴങ്ങിടുന്നു. അവൻ ക്രിസ്തുവേ ക്രിസ്തുവേ ശക്തിയാകുവേദിക്കാൻ. അവൻ ക്രിസ്തുവേ ശക്തിയാകുവേദിക്കാൻ. അവൻ സാക്ഷിതം ഇടിച്ചു കളയാൻ, സ്നേഹത്താലും നിൽക്കാൻ, വിശ്വാസം കൂടട്ടെ, അവൻ സാക്ഷിതം ഇടിച്ചു കളയാൻ, സ്നേഹത്താലും നിൽക്കാൻ, വിശ്വാസം കൂടട്ടെ, കൈയും നൽകട്ടെ. അവൻ ശാലരാജൻ വരുന്നൊരു ദേശമെങ്ങും അവൻ ശാലരാജൻ വരുന്നൊരു ദേശമെങ്ങും മുഴങ്ങിടുന്നു. അവൻ അത്ഭുതങ്ങൾ അടയാളങ്ങളെ സത്യസാമ വെളിപ്പെടുന്നു. അവൻ അത്ഭുതങ്ങൾ അടയാളങ്ങളെ സത്യസാമ വെളിപ്പെടുന്നു. അവൻ ഭൂതങ്ങൾ അറിയോടുന്നു, ഒരു ഭാഷ കേൾക്കുന്നു, ദുഷ്ടരോഗം മാറുന്നു, ജനമുഴുകിടുന്നു. അവൻ ഭൂതങ്ങൾ അറിയോടുന്നു, ഒരു ഭാഷ കേൾക്കുന്നു, ദുഷ്ടരോഗം മാറുന്നു, ജനമുഴുകിടുന്നു. അവൻ ശാലരാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. അവൻ ശാലരാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. അവൻ കവിഞ്ഞിടത്തെ. അവൻ കവിഞ്ഞിടത്തെ. അവൻ ശോഭയുള്ള കൂട്ടരോടൊത്ത് വിളിക്കുന്നു.
പാടിയതുപോലെ നാം വചനത്തിലൂടെ കേട്ടതുപോലെ ശാലേം രാജനായ നമ്മുടെ കർത്താവ് വരുന്ന ധ്വനികൾ, അതിന്റെ മാറ്റൊലികൾ നാം ദേശമെങ്ങും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, നമ്മെ തന്നെ ഒരുക്കുവാൻ, അനേകരെ ഒരുക്കുവാൻ കർത്താവായ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പകൽ സാക്ഷിവാചകങ്ങളോട് തങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എളിയദാസന്റെ പ്രിയ മമ്മിയും മാതാവ് കഴിഞ്ഞ ആഴ്ചയിൽ കടന്നു വരുവാനിടയായി തീർന്നു. കഴിഞ്ഞ ചില വർഷങ്ങൾ ഭോപ്പാലില് 1-2 വർഷത്തോളം ഭോപ്പാലിലായിരുന്നു. ലോക്ക്ഡൌൺ മൂലം കടന്നു വരുവാൻ തക്കവണ്ണം കഴിയാതെയായിരുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവിന്റെ ക്ഷേമത്തോടെ ഭവനത്തിലായിരിക്കുന്നു. കർത്താവ് വീണ്ടും കൃപയുടെ മറവിൽ മറയ്ക്കേണ്ടതിനായും സഭയായ ദൈവമക്കൾ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് സാക്ഷിവാചകങ്ങളോട് തങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാവിലെ മധ്യാഹ്നവേളയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ ദാസൻ പ്രിയ ജോസ് പാസ്റ്റർക്കായി സ്തോത്രം. ദാസനെ കുടുംബമായി ദൈവമായി കർത്താവ് നടത്തുന്ന വഴികൾക്കായി സ്തോത്രം. സാറായിക്ക് കഴിഞ്ഞ ദിവസം വീണ്ടും പഠന സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാവിനായി സ്തോത്രം. കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണമേ. കുളങ്ങരയിലെ പ്രിയ ബാബുച്ചാന്റെ വിശ്വസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ചില വർഷങ്ങളായി നിന്റെ മക്കൾ വടക്കേണ്ടിയിലായിരുന്നുവല്ലോ നാട്ടിൽ കടന്നു വരുവാൻ, കടന്നു വന്ന് സാക്ഷ്യം പറയുവാൻ കർത്താവിടയാക്കി. വിശേഷ അവർ അഭിമുഖീകരിച്ച ആ വലിയ വിപത്തിൽ നിന്ന് വടക്കേണ്ടിയിൽ വെച്ച് അത്ഭുതകരമായ കർത്താവ് വിടുവിച്ച സാക്ഷ്യം കേൾക്കാണ്ടയായി തീർന്നുവല്ലോ. അനർത്ഥം വ്യസന കാരണമായി തീരാതെ വാത്സല്യ ഭവനത്തെ കർത്താവ് വിടുവിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ കല്ലുപുറത്തെ പ്രിയമാമയ്ക്കായി സ്തോത്രം. പൊന്നച്ചാന്റെ പ്രിയ വിശ്വസ പ്രിയമാമയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദാസിക്കുന്ന മകൾക്കാരമായ ആരാധനയ്ക്ക് കടന്നു വരുവാൻ, സാക്ഷ്യം പറയുവാൻ കർത്താവിടയാക്കിയതിനായി സ്തോത്രം. കുടുംബമായ നിന്റെ മക്കളെ കർത്താവ് അത്ഭുതകരമായി നടത്തുന്നുവല്ലോ. മക്കൾ രണ്ടുപേരും കുടുംബങ്ങളുമായിരിക്കുന്ന സ്ഥാനത്ത് ജയത്തോടെ നടത്തുന്നതിനായി സ്തോത്രം. താവളത്തിന് പ്രിയമാമയ്ക്കായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കണമേ. സാക്ഷ്യം പറയുവാൻ കർത്താവിടയാക്കിയതിനായി സ്തോത്രം. കുടുംബമായി നടത്തുന്ന വഴികൾക്കായി സ്തോത്രം. ആ സക്രിയ പാസ്റ്റർ കർത്താവ് കൊടുത്ത ആശ്വാസത്തിനായി സ്തോത്രം. പൂർണ്ണമായി വിടുതൽ കർത്താവ് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസനെ ഇത്രത്തോളം കർത്താവ് ശക്തീകരിച്ചുവല്ലോ. കുടുംബമായി നടത്തുന്ന എല്ലാ വഴികൾക്കുമായി സ്തോത്രം. ശാരീരികമായി ക്ലേശം ഒന്നും കൂടാതെ കർത്താവ് പരിപാലിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് തലമുറകൾ കുടുംബങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് പരിപാലിക്കണമേ. വിശിഷ്യാസമയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവ് നല്ല നിലയിൽ എക്സാമുകൾ എഴുതി പൂർത്തീകരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് സ്തോത്രം. തുടർന്ന് കർത്താവ് ജോലി ഭാവിക്കായി എല്ലാം ദൈവമായ കർത്താവ് അത്ഭുതകരമായുള്ള കരുതലുകൾ വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. കാനാത്രയിലെ പ്രിയ ബാബുച്ചാന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നിന്റെ മക്കളെ കർത്താവ് കുടുംബമായി സഹായിച്ചുവല്ലോ. വലിയേറിയ വർഷങ്ങൾ വിദേശത്തായിരിക്കാൻ കർത്താവിടയാക്കി. ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിലായിരിക്കുന്നു. കുടുംബമായി കർത്താവ് ഒന്ന് സഹായിക്കണമേ. വിശേഷാദാനം കൊടുത്ത തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മകൾ ബെറ്റ്സിക്ക് വേണ്ടി ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. അവിടെ ഭാവിക്ക് വേണ്ടി അത്ഭുതകരമായി ദൈവമായ കർത്താവ് കരുതിയത് ഓർത്ത് സ്തോത്രം. ദൈവതിരുഹിതമെങ്കിൽ ഈ ശനിയാഴ്ച 17-ാം തീയതി ശനിയാഴ്ച വിവാഹം ഉറപ്പിക്കപ്പെടുകയാണല്ലോ. ആ വിവാഹ നിശ്ചയ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി നടക്കുവാൻ കർത്താവിടയാക്കണമേ. ഇപ്പോഴത്തെ ഈ പരിമിതമായ സാഹചര്യത്തിൽ വളരെ ക്രമീകൃതമായ നിലയിൽ കാര്യങ്ങളെല്ലാം നടക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. തുടർന്ന് 7-ാം തീയതി വിവാഹവും വളരെ മംഗളമായി നടക്കുവാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. തങ്കച്ചൻ ഭാഷക്കായി സ്തോത്രം. ദാസനെ ബലപ്പെടുത്തണമേ. പ്രാർത്ഥനയ്ക്കായി തൻ പങ്കുവെച്ച വിഷയങ്ങൾ അങ്ങനെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങളുടെ മേൽ അത്ഭുതകരമായ മറുപടി ദൈവമായ കർത്താവ് നയിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ പകലാരാധനയിൽ സംബന്ധിച്ച എല്ലാ നിന്റെ മക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയ മോനിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സഹായിക്കണമേ. കൈതക്കലെ പ്രിയ ആൻഡ്രൂവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ സഹായിക്കണമേ. ജിന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇളയ ദാസനെ നിന്റെ മകളെ പൈതൽ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിശേഷ മാതാവ് കടന്നു വരേണ്ടയായി തീർന്നുവല്ലോ. ക്ഷേമത്തോടെ കൃപയുടെ മറവിലായിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങനെ ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ സംബന്ധിച്ച എല്ലാ നിന്റെ മക്കളെയും എളിയ ദാസൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
വേലയിൽ സ്നേഹിച്ച് നിന്റെ മക്കൾ അർപ്പിച്ച സ്തോത്ര കാഴ്ചയ്ക്കായി സ്തോത്രം. ഇതിലേക്ക് കരങ്ങൾ നീട്ടിയ എല്ലാ നിന്റെ മക്കളെയും അങ്ങ് ആശീർവദിക്കണമേ, സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. മഹത്വമെല്ലാം അങ്ങേക്ക്. ഈ കോവിഡ് മഹാമാരിയിൽ നിന്ന് എത്രയും വേഗത്തിൽ വിമുക്തി ഉണ്ടായി ഞങ്ങൾക്ക് പഴയതുപോലെ സജീവമായ യോഗങ്ങളും കൂട്ടായ്മകളും എല്ലാം നടത്തുവാൻ കർത്താവ് കൃപ ചെയ്താട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥനകൾ കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരേ യഹോവയേ, മനസ്സാലെ ഉടയ മഹോന്നത പരനെ, വന്ദനം നിനക്കാമേ. മനസ്സാലെ ഉടയ മഹോന്നത പരനെ, വന്ദനം നിനക്കാമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഇന്ന് പകലും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഈ പകൽ ആരാധനയും സംബന്ധിച്ച നാം ഏവരോടും സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന എല്ലാ കൂട്ടുവിശ്വാസികളോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ഈ കർത്തൃപകലിലും നമുക്ക് ജയം നൽകിയ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.